എല്ലാവർക്കും നമസ്കാരം. കേരള ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. നമുക്ക് പച്ചക്കൊഞ്ച് മാങ്ങയും മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിലിട്ട് പച്ചത്തേങ്ങ അരച്ച് ഒരു കറി വെക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 കിലോ കൊഞ്ച്, അത് വലിയ കൊഞ്ചാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 2 മുരിങ്ങയ്ക്ക അരിഞ്ഞതും, ഒരു 10 ചെറിയ ഉള്ളി നീളത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ അതിൻ്റെ മസാലക്കൂട്ടുകൾ: തേങ്ങ, 1 കപ്പ് തേങ്ങ, ഒരു മാങ്ങ അരിഞ്ഞതും, 1 സ്പൂൺ മല്ലിപ്പൊടിയും, 1.5 സ്പൂൺ മുളക് പൊടിയും. പിന്നെ 1.5 സ്പൂൺ മുളക് ഇച്ചിരി എരിയുള്ള മുളക് പൊടിയോ, അതുകൊണ്ട് 1.5 സ്പൂൺ ഇട്ട്. പിന്നെ അവരുടെ എരിവ് അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിനി അരപ്പ് ശരിയാക്കാം. തേങ്ങയും ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇനി ശകലം മഞ്ഞൾപ്പൊടിയും, 1.5 സ്പൂൺ മുളക് പൊടിയും, 1 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റ് പോലെ ആവണ്ട, ഈ തരിയുള്ള രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റ് പോലെ ആവണ്ട, ഇതുപോലെ ഒന്ന് തരി പോലെ കിടക്കുന്ന രീതിയിൽ അരച്ചെടുക്കാം. ചേർത്ത് പച്ചക്കറി കൊഞ്ചും മുരിങ്ങയ്ക്ക മാങ്ങയൊക്കെ വേണ്ടുന്ന അനുസരിച്ച് വെള്ളമൂടെ ചേർത്ത് ഇനി അത് നമുക്ക് വെച്ച് തിളപ്പിക്കാം. ഈ അരപ്പ് തിളച്ചതിന് ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും ചേർക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിടാം. ഇപ്പോൾ ഇത്തിരി ഉപ്പിടാം. അതിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് തിളച്ചിട്ട് നമുക്ക് കൊഞ്ചും മുരിങ്ങയ്ക്കായും മാങ്ങയും ചെറിയ ഉള്ളി അരിഞ്ഞതും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. അരപ്പ് തിളച്ച് ഇനി നമുക്ക് കൊഞ്ചും മുരിങ്ങയ്ക്കായും മാങ്ങയും എല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇടാം. മുരിങ്ങയ്ക്കായി ഇടാം, ചെറിയ ഉള്ളി അരിഞ്ഞതും, മാങ്ങായും പച്ചമുളകും അരിഞ്ഞതും. ഇതെല്ലാം നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അടച്ച് വെച്ച് തീ കുറച്ച് സിമ്മിലിട്ടാണ് വേവിക്കുന്നത്. ഇത് തിളച്ചു. ഇനി നമുക്ക് ഇവിടെ ഇത്തിരി കരിവേപ്പില ഇടാം. ചെറിയ തീ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. നമ്മുടെ കൊഞ്ച് കറി ശരിയായി. ഈ കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇത്തിരി കടുക് ഇടാം. 1/2 സ്പൂൺ കടുക് ഇട്ട് ഇനി ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ അരിഞ്ഞതിടാം. ഉള്ളി വറ്റൽമുളക് മൂത്ത് വന്ന് എൻ്റെ കൂടെ ഇത്തിരി കരിവേപ്പിലയും ഇടാം. നമുക്ക് കൊഞ്ച് കറിക്കകത്തോട്ട് ഒഴിക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട കൊഞ്ച് കറി റെഡിയായി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.